Chapter 2 Food Through Digestive Tract. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ്സിൽ അവർ ഡൗട്ട് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ വന്നൊരു ഡൗട്ടാണ്, പ്ലാന്റ്സ് വിച്ച് പ്രിപ്പയർ ആൻഡ് യൂസ് ഫുഡ് ബൈ ദംസെൽവ്സ് ഡു നോട്ട് ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ വൈ ഡു വി ഹു റിസീവ് ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം? അപ്പോൾ എന്താ ഡൗട്ട്? പ്ലാന്റ്സ് അവർ തന്നാലെ ഭക്ഷണം ഉണ്ടാക്കുന്നു, അവർക്കൊന്നും ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, എന്നാൽ അവരിൽ നിന്നും ഫുഡ് എടുക്കുന്ന നമുക്ക് എന്തിനാ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് ഇവിടെയുള്ള ഡൗട്ട്. Adityan is reading a question from the doubt box maintained by the Science Club. What reply you can give? Write in the Science Diary. അപ്പോൾ എന്തായിരിക്കും? പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോമിലുള്ള ഫുഡിനെ നമുക്ക് അതേപടി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നമുക്ക് എനർജി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ അബ്സോർബ് ചെയ്തെടുത്താലേ കഴിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അബ്സോർപ്ഷന് ഈ ഫുഡ് ഡയറക്റ്റ്ലി പറ്റില്ല. ഇതിനെ എന്തൊക്കെയോ ആക്കി കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബിൾ ഫോമിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളത്. We get nutrients required for life activities from the food we eat. Complete table 2.1 by including their functions. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും നല്ല പോഷകവും നല്ല ആരോഗ്യകരവുമായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. സോ ഈ ടേബിൾ ഇവിടെ ന്യൂട്രിയന്റ്, എന്തൊക്കെ ന്യൂട്രിയന്റ് ഉള്ളത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വിറ്റമിൻസ്, വാട്ടർ. അപ്പൊ ന്യൂട്രിയൻസ് ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വിറ്റമിൻസ്, വാട്ടർ. ഇവിടെ ഓരോന്നിന്റെ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിളിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനർജിക്ക് വേണ്ടിയിട്ടാണ്. വി ഗെറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഫ്രം സോഴ്സസ് ലൈക്ക് സിറിയൽസ്, ട്യൂബർ ക്രോപ്പ് എക്സെട്ര. So carbohydrate is for energy and the sources for carbohydrate are cereals, tuber crops. Next, protein. Protein are needed for body building. Like they are components of body building and are very critical for growth. അതുകൊണ്ടാണ് വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രോട്ടീൻസ് കഴിക്കണം, പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്. നമുക്ക് എന്തിൽ നിന്നൊക്കെയാണ് പ്രോട്ടീൻസ് കിട്ടുക? The sources of protein are meat, fish, milk, egg, pulses, etc. മാംസം, മത്സ്യം, പാല്, മുട്ട, പയറുവർഗ്ഗങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഫാറ്റ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ എനർജിക്ക് വേണ്ടിയിട്ടാണ് ഫാറ്റ്സ്. ഓയിൽ സീഡ്സ്, പൾസസ്, മീറ്റ്, എഗ്, ഫിഷ്, ഇതൊക്കെയാണ് ഫാറ്റിന്റെ സോഴ്സസ്. നൗ മിനറൽസ്. മിനറൽസ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ amount only, but that small amount is critical for the proper working of life activities. എന്തിൽ നിന്നൊക്കെ നമുക്ക് മിനറൽസ് കിട്ടുക? ഫ്രൂട്ട്സ്, എഗ്, വെജിറ്റബിൾസ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ ഈ പല്ല്, എല്ല്, മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ പ്രോപ്പർ ഫങ്ഷനിങ്, ഇതിനൊക്കെ മിനറൽസ് ആവശ്യമാണ്. പ്രോപ്പർ ഹെൽത്തിന് ആ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മിനറൽസ് നിർബന്ധമാണ്. നെക്സ്റ്റ്, വിറ്റാമിൻസ്. വിറ്റാമിൻസും മിനറൽസിനെ പോലെ തന്നെ സ്മോൾ എമൗണ്ട് മാത്രമാണ് റിക്വയർ ആയിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ട് വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി, അങ്ങനെ ഒരുപാട് വിറ്റമിൻസ് ഉണ്ട്. വിറ്റമിൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കല്, ആൻഡ് ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമാണ് വിറ്റാമിൻസ്. ലീഫി വെജിറ്റബിൾസ്, മിൽക്ക്, eggs, etc. are example for the sources of vitamins. Next, water.
നമ്മുടെ ശരീരത്തിന്റെ ഒരു 65-70% വാട്ടറാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ. എന്തിനാ അത്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഒക്കെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും, അതേപോലെ തന്നെ റിമൂവൽ ഓഫ് വേസ്റ്റ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ റിമൂവ് ചെയ്യണമെങ്കിലും വാട്ടർ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ന്യൂട്രിയൻറ്റും അതിന്റെ ഫങ്ഷൻസും പിന്നെ ചെറിയ തോതിൽ അത് ഏതൊക്കെ സോഴ്സ് നിന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. You know that the food materials we eat are not absorbed as such by our body. Digestion is the process of converting complex food material into simple absorbable forms. ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് അതേപോലെ അല്ല ബോഡി അബ്സോർബ് ചെയ്യുന്നത്. അതിനിടയിൽ ഡൈജഷൻ എന്നൊരു പ്രോസസ് നടക്കുന്നുണ്ട്. എന്താ ഡൈജഷൻ? Digestion is the process of converting complex food material into simpler absorbable forms. ഈ പ്രോസസ്സിൽ വെച്ചിട്ട് നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റുന്നു. ആ പ്രോസസ്സിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ഒന്നുമില്ല, ഡൈജഷൻ വലിയ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസിനെ കുഞ്ഞു കുഞ്ഞു ഫോമിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റുന്നു. ദാറ്റ് ഈസ് ഡൈജഷൻ. എക്സാമിൻ 2 ഫിഗർ 2.1. ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. നെക്സ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ ഹ്യൂമന്റെ കേസിലാണെങ്കിൽ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. അതിൽ കുറെ ഓർഗൻസും ഒക്കെ ഇൻവോൾവ് ആണ്. അത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. സോ ഇതാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ആദ്യം നമ്മൾ ഭക്ഷണം ഇതിലൂടെ അകത്തോട്ട് എടുക്കുക? നമ്മുടെ മൗത്തിലൂടെ. സോ ദ ഫസ്റ്റ് വൺ വി ഹാവ് ടു കംപ്ലീറ്റ് ഈസ് മൗത്ത്. ഇവിടെ മൗത്താണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കഴിക്കുന്ന ഫുഡ് നെക്സ്റ്റ് ഒരു ഫുഡ് പൈപ്പ്, നമ്മുടെ പല്ലും നാവും സലൈവയും ഒക്കെ വെച്ചിട്ട് അത് ഒന്ന് എന്താ പറയുക ചവച്ചെടുത്ത് ഒരു പരുവത്തിലാവും. അതിനെ നമ്മൾ ഈ ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഫുഡ് പൈപ്പ് എന്ന് വിളിച്ചിട്ടുണ്ടാവും. അതിലൂടെ ഇത് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ്, ആ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് കൊണ്ട് ഫുഡ് ഇങ്ങനെ നീങ്ങി താഴെ സ്റ്റൊമക്കിലെത്തും. സോ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്കിലെത്തിയ ശേഷം ഫുഡ് ദെൻ ഇറ്റ് ഗോസ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്ന് പിന്നെ അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞ് എല്ലാം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ whatever waste material remains, that will be excreted out through anus. ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ ആനസിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. സോ നമുക്ക് ഓർഡറിൽ നമ്മൾ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മൗത്ത്, like food enters to mouth, then esophagus, then stomach, small intestine, large intestine and anus. We have completed this figure. Next namukku food inside mouth. What changes happen to food inside the mouth? ഭക്ഷണം വായക്കകത്ത് എത്തിപ്പെട്ടാൽ പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? നമ്മൾ പല്ല് കൊണ്ട് ചവച്ചരയ്ക്കും, അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കും അല്ലേ? എന്നിട്ട് അത് മിക്സസ് വിത്ത് സലൈവയായിട്ട് മിക്സ് ആകപ്പെടും. The structure and arrangement of teeth is suitable to masticate the food we eat. നമ്മുടെ പല്ലിൻ്റെ സ്ട്രക്ചറും അതേപോലെ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നല്ലോണം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. Complete the missing areas in illustration 2.1 regarding the arrangement of the teeth. ഇവിടെ illustration 2.1 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്, അതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ പല ടൈപ്പിലുള്ള ടീത്ത് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ ആ ടൈപ്പ്? ഇൻസിസർ, കാനൈൻ,
പ്രീമോളാർ, മോളാർ. നിങ്ങളിതാ ഇവിടെ പല്ലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ വായിൻ്റെ ഒരു പകുതി, ഒരു ഹാഫ് പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോൾ നേരെ നടുവിൽ വരുന്ന പല്ലില്ലേ, ആ പല്ലിനാണ്, മുന്നിൽ വരുന്ന ആ പല്ലാണ് ഇൻസിസർ. പിന്നെ നെക്സ്റ്റ് ആ ഒരു കോർണറിലായിട്ട് വരുന്ന പല്ലാണ് കനൈൻ. പിന്നെ കുറച്ചുകൂടി ഉള്ളിലോട്ട് വരുന്നതാണ് പ്രീമോളാർ. ദെൻ നമ്മൾ ഏറ്റവും ഉള്ളിലേക്കുള്ള പല്ലിനെയാണ് മോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്ട്രക്ചറും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, എന്തുകൊണ്ട് ഇതിനെ മുന്നിലാക്കി ഇതിനെ ഉള്ളോട്ടാക്കി എന്നുള്ളതൊക്കെ അതിൻ്റെ ഒക്കെ ആഫ്റ്റർ ഓൾ റിസൾട്ട് എന്ന് പറയുന്നത് പ്രോപ്പർ മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഫങ്ഷൻ ഇവിടെ എഴുതാനാണ് ഈ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഫ്രണ്ട് റോയിലുള്ള ഈ പല്ലുകളില്ലേ, ഇതാണ് മുകളിലും താഴെയായിട്ട്, ഇതിനെയാണ് നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് ഈ കോർണറിലുള്ളതാണ് കനൈൻ. കനൈൻ. നെക്സ്റ്റ് നമ്മളിപ്പം നേരെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇൻസിസർ, ദെൻ കനൈൻ, ദെൻ പ്രീമോളാർ, പിന്നെ ഏറ്റവും ഉള്ളിൽ മോളാർ. അങ്ങനെയാണ് നമ്മൾ സെൻറ്ററിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഒരു ഹാഫ് എടുത്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻസിസർ, കനൈൻ, പ്രീമോളാർ, മോളാർ. ആദ്യം നമുക്ക് ഇൻസിസറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. സോ ഇൻസിസേഴ്സ് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്. നമ്മുടെ വായിലേക്ക് വരുന്ന വലിയൊരു ഫുഡ് പാർട്ടിക്കിളിനെ നമ്മൾ ചവച്ച് കട്ട് ചെയ്ത് കുഞ്ഞു കഷ്ണാക്കാൻ വേണ്ടി സഹായിക്കുന്ന പല്ലാണ് ഇൻസിസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കനൈൻ. കനൈൻ എന്ന് പറയുന്നതാണ് ഷാർപ്പസ്റ്റ് ടീത്ത് എന്ന് പറയുന്നത്. ഭയങ്കര മൂർച്ചയേറിയ പല്ലാണ് കനൈൻ. ദേ ആർ യൂസ്ഡ് ഫോർ ടിയറിങ് അപ്പാർട്ട്. നമ്മളിപ്പോൾ മീറ്റൊക്കെ കഴിക്കുമ്പം അതിനെങ്ങനെ വലിച്ചിതാക്കണമെങ്കിൽ അങ്ങനെ ഫുഡ് ടിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പല്ലാണ് കനൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രീമോളാർ. പ്രീമോളാറിനൊരു ഫ്ലാറ്റ് സർഫസ് നിങ്ങൾക്ക് കണ്ടൂടെ, ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ്. ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി ഒരു ഫ്ലാറ്റാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ഫോർ ക്രഷിങ് ആൻഡ് ഗ്രൈൻഡിങ്. ഗ്രൈൻഡ് ചെയ്യാനും ക്രഷ് ചെയ്യാനും ഒക്കെയാണ് പ്രീമോളാർ പല്ലുകൾ സഹായിക്കുന്നത്. ദെൻ മോളാർ. മോളാർ ടീത്ത് ആർ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ്. വലുതുമാണ്. നിങ്ങൾക്കിപ്പോൾ സൈസ് നോക്കിയാൽ തന്നെ അറിയാം. നോക്കൂ എന്ത് വലുതാ അത്. ദ ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റും ആണ്. അതേപോലെ തന്നെ ഇതിനും ലാർജ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഫുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓരോരോ ടൈപ്പ് ഓഫ് പല്ലിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Even though teeth vary in their morphology and function, they show similarities in their internal structure. ഈ നമ്മൾ പറഞ്ഞ ടീത്തുകളൊക്കെ അവരുടെ പുറത്തുനിന്ന് കാണാനുള്ള ആ ഒരു സ്ട്രക്ചർ, അതിനെ നമ്മൾ മോർഫോളജി എന്ന് പറയാം. അതിൻ്റെ കാര്യത്തിലായാലും ഫങ്ഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മളിവരെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുമ്പം they are similar. Compare the completed illustration 2.1 and 2.2. Analyze and prepare notes on the internal structural similarity and functional difference of teeth. അപ്പോൾ താഴെ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഓരോ ടീത്തിൻ്റെയും. അപ്പോൾ അവിടെയുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫങ്ഷൻ വേസും അതിൻ്റെ മോർഫോളജി വേസും അത് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സ്ട്രക്ചർ ഓഫ് മോളാർ ടൂത്ത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മോളാർ ടൂത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ കനൈൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ടീത്ത് നോക്കിയാലും അതിനെ 3 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ ജനറലി വിളിക്കുന്നത്. ഏറ്റവും അപ്പർ പാർട്ടിൽ ക്രൗൺ, ദെൻ നെക്ക്, ദെൻ റൂട്ട്. അപ്പോൾ ഏതൊക്കെയാ പാർട്ട്? ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പം ക്രൗൺ പറഞ്ഞാൽ എന്താ? കിരീടം. അപ്പോൾ അത് മുകളിലല്ലേ, അങ്ങനെ ആലോചിച്ച് വെക്കുക. റൂട്ട് എന്ന് പറഞ്ഞാൽ താഴെ, വേര്.
ഇതിനെ പിടിച്ചു നിർത്തുന്ന സാധനം, അതിനിടയിൽ നെക്ക്. അതേ ഓർഡറിലാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ കനൈൻ നോക്കിയാലും അത് അങ്ങനെ തന്നെയാണ് ജനറൽ സ്ട്രക്ചർ. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ പാർട്സിനെ നമുക്ക് നോക്കാം. ഇനാമൽ, വൈറ്റ് ഇൻ കളർ, ദ ഹാർഡസ്റ്റ് പാർട്ട് ഡെഡ് ടിഷ്യൂ. ഇനാമൽ എന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ് ഉണ്ടാവുക. ദേ ആർ ഹാർഡസ്റ്റ്, ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഡെഡ് ടിഷ്യൂ. നെക്സ്റ്റ് ഡെൻറ്റൈൻ, ലിവിങ് ടിഷ്യൂസ് വിച്ച് ഫോംസ് ദ ടൂത്ത്. ടൂത്ത് ഫോം ചെയ്യുന്ന ആ ഒരു ടിഷ്യൂ അല്ലേ, അത് ലിവിങ് ആണ്, അതിനെയാണ് ഡെൻറ്റൈൻ എന്ന് പറയാം. The living tissue which forms the tooth is dentine. Next, pulp. Soft connective tissue seen in the pulp cavity. Blood vessels, lymph duct and nerve fibers are also seen. പൾപ്പ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയില്ല എന്താണെന്ന്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടിഷ്യൂ. ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതേപോലെ പൾപ്പ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്നതാണ്. ഇനി ഈ ഒരു സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് കാണാം, ലിംഫ് ഡക്റ്റ് കാണാം, നെർവ് ഫൈബേഴ്സ് ഒക്കെ കാണാവുന്നതാണ്. നെക്സ്റ്റ് സിമെൻറ്റം. സിമെൻറ്റം എന്ന് പറഞ്ഞാൽ ദേ ആർ കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ that hold the tooth in socket of the gum. ഓരോ ഗം സോക്കറ്റിൻ്റെ അകത്തും നമ്മുടെ പല്ലിനെ പിടിച്ചു നിർത്തുന്ന കാൽഷ്യം കണ്ടെയ്ൻ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് സിമെൻറ്റം എന്ന് പറയുന്നത്. സോ ജനറലി ക്രൗൺ, നെക്ക്, റൂട്ട് ആർ ദ പാർട്സ് ഓഫ് എ tooth and it contain enamel, dentine, pulp, cementum, etc. You have understood how the structure of teeth is suitable to break down food materials to smaller particles. What is the role of tongue in this process? നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഒക്കെ കണ്ടു. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പല്ല് കൊണ്ട് നമ്മൾ വലിയൊരു ഫുഡ് മെറ്റീരിയലിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളാക്കി മാറ്റുന്നതെന്ന്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനു വേണ്ടി സഹായിക്കുന്ന മറ്റൊരാളാണ് ടങ്, നമ്മുടെ നാവ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ പ്രോസസ്സിൽ അതിൻ്റെ റോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദ ടങ് ഹെൽപ്സ് ടീത്ത് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് മിക്സ് ദം വിത്ത് സലൈവ. ഫുഡിനെ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ ടീത്തിനെ സഹായിക്കുന്ന ഒരു ആളാണ് ടങ് എന്ന് പറയുന്നത്. ദേ ഓൾസോ ഹെൽപ്പ് ടു മിക്സ് ദം വിത്ത് സലൈവ. നമ്മുടെ ഫുഡിനെ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ സലൈവയായിട്ട് മിക്സ് ചെയ്യാനും ടങ് സഹായിക്കുന്നുണ്ട്. ദ ടേസ്റ്റ് ബഡ്സ് ഇൻ ദ ടങ് ഹെൽപ്പ് ഇൻ ദ സെൻസേഷൻ ഓഫ് ടേസ്റ്റ്. നമ്മളിങ്ങനെ ഈ ടേസ്റ്റ് ഒക്കെ അറിയുന്നത് മധുരമായാലും പുളിയായാലും എരിവായാലും കയ്പായാലും ഒക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് ടങ്ങിൻ്റെ അകത്ത് ടേസ്റ്റ് ബഡ്സ് ഉള്ളത് കൊണ്ടാണ്. എന്താ അതിന് പറയാം? ടേസ്റ്റ് ബഡ്സ്. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ നെസസിറ്റി ഓഫ് പ്രൊട്ടക്റ്റിംഗ് ടീത്ത് ആൻഡ് ടങ് which help in masticating and moving food into food pipe. നമ്മൾ പറഞ്ഞു ഫുഡ് മൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് പോവുക ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസിലേക്കാണ്. അതുവരെയുള്ള പ്രോസസ്സുകളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ടീത്ത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത്. ദെൻ ടങ്ങിൻ്റെ അകത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അങ്ങനെയെല്ലാം കൂടെ നമ്മുടെ ഫുഡ് പ്രോപ്പറായിട്ട് ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലേക്ക് എത്തും. അപ്പം പ്രോപ്പറായിട്ട് ഈ ഫങ്ഷനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ ടങ്ങും ടീത്തും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അപ്പോൾ സോ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന നല്ല ഹാബിറ്റ്സ് സോ ദാറ്റ് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ ടങ് ആൻഡ് ടീത്ത്? ട്വൈസ് ഇൻ എ ഡേ നമ്മൾ ബ്രഷ് ചെയ്യണം, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് നല്ല ഹാബിറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മളുടെ ടീത്തിനെയും ടങ്ങിനെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്തിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സലൈവ ആൻഡ് ഡൈജഷൻ. അവർ മൗത്ത് വാട്ടേഴ്സ് ദ മൊമെന്റ് വി തിങ്ക് ഓഫ് ടേസ്റ്റി ഫുഡ്. Where is saliva produced?
Does saliva play any role in the process of digestion? Note down your assumption. നമ്മളൊരു ടേസ്റ്റുള്ള ഫുഡിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലേ? എവിടെയാണ് ഈ സലൈവ? ആ വെള്ളം എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? സലൈവനെയാണ്. അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ആ സലൈവയ്ക്ക് ഡൈജഷനിൽ എന്തെങ്കിലും റോളുണ്ടോ? തീർച്ചയായിട്ടും റോളുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടങ് യൂസ് ചെയ്തിട്ടാണ് സലൈവയായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നൊക്കെ. There are 3 pairs of salivary glands in the mouth. അപ്പം മൗത്തിൽ 3 പെയർ ഓഫ് salivary glands ഉണ്ട്. The saliva secreted from the salivary glands contains mucus and enzymes like salivary amylase and lysozyme. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ വായ്ക്കകത്ത്, നമ്മുടെ മൗത്തിനകത്ത് 3 പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ഈ സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ് സലൈവ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാ 3 പെയർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇതാ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇങ്ങനെ 3 പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്സിൽ നിന്ന് സലൈവ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ആ സലൈവയിൽ എന്തൊക്കെയാണുള്ളത്? മ്യൂക്കസ് ഉണ്ട്, അതേപോലെ പല എൻസൈംസും ഉണ്ട്. ഏതൊക്കെ ടൈപ്പാ? സലൈവറി അമൈലൈസ്, ലൈസോസൈം ഒക്കെ. മ്യൂക്കസ് മേക്സ് ദ ഫുഡ് സ്ലൈമി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്വാലോഡ്. ഈ സലൈവേൻ്റെ അകത്തുള്ള മ്യൂക്കസിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനെ ഒന്ന് കുറച്ച് സ്ലൈമി ആക്കും. നമുക്കിങ്ങനെ വിഴുങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്ന് എന്താ പറയുക, സ്ലൈമി ആക്കി കൊണ്ടുവരും. ഇനി ലൈസോസൈമിൻ്റെ റോൾ എന്താ? ടു ആൻ എക്സ്റ്റെൻറ്റ് ഹെൽപ്സ് ടു ഡിസ്ട്രോയ് ദ ജേംസ് ദാറ്റ് എൻ്റർ ദ ബോഡി ത്രൂ ഫുഡ്. നമ്മുടെ ഫുഡിൽ ഒരുപാട് ജേംസ് ഉണ്ടാവും അല്ലേ? ഒരു പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അതിൽ എന്തെങ്കിലുമൊക്കെ ജേംസ് കാണും. അപ്പം അതിനെ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവാണ് ലൈസോസൈമിനുള്ളത്. സലൈവറി അമൈലൈസ് പാർഷ്യലി കൺവേർട്സ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്, എ ഫോം ഓഫ് ഷുഗർ. സലൈവറി അമൈലൈസിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ച് ഉണ്ടാവുമല്ലോ, ആ സ്റ്റാർച്ചിനെ മാൾട്ടോസ് എന്നൊരു ഷുഗറിൻ്റെ ഫോമിലേക്കാക്കി മാറ്റും. സലൈവറി അമൈലൈസ് പാർഷ്യലി കൺവേർട്ട് സ്റ്റാർച്ച് to maltose. So you have understood the chemistry behind the sweet taste while chewing rice for a certain time without adding curry. കറിയൊന്നും കൂട്ടാതെ പച്ചച്ചോറ് നമ്മൾ കുറച്ചു നേരം വായിലിട്ട് ഇങ്ങനെ ചവച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടുന്നതിനുള്ള കാരണം, അതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ റൈസിനെ സലൈവറി അമൈലൈസൊക്കെ പാർഷ്യലി എന്താക്കി മാറ്റാൻ തുടങ്ങും? ഷുഗറിൻ്റെ ഒരു ഫോമാക്കി മാറ്റാൻ പോകും. ആ ഒരു മാൾട്ടോസൊക്കെ ആക്കി മാറ്റി വരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.